Good morning. ഇന്ന് ഓഗസ്റ്റ് 18th ആൻഡ് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഞാനും ചന്തുവും ഫസ്റ്റ് ടൈം ചന്തുവിൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്യാനായി. എല്ലാം ഉണ്ട്. ലൈക്ക് ഇവിടെ എല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെലിവറി കഴിഞ്ഞിട്ട് 3-ാം മാസം ഫിനിഷ് ആവുന്നതിന് മുന്നേ അമ്മേനും കുഞ്ഞിനെയും അച്ഛൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വരും നമ്മളെ കൂട്ടാൻ. ഓൾസോ അതേപോലെ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ നമ്മളങ്ങോട്ട് കൊണ്ടുവിടാനും വരും. ഓക്കെ, അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും. അപ്പോൾ ആ കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടുന്ന് എന്തൊക്കെയോ കൊണ്ടുപോകും, അപ്പം അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കി കൊണ്ടുപോകും. പിന്നെ അപ്പോൾ അത് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ ആയി. 2 ദിവസമല്ലേ ഉള്ളൂ ഇനി. ആക്ച്വലി 18th ആണ്. അപ്പം 2 ദിവസമേ ഉള്ളൂ. അപ്പം ഇന്ന് എൻ്റെ 2 അമ്മമ്മമാർ വരും. അവരാണ് ലൈക്ക് ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഫസ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആൾക്കാർ അവരാണ്. അപ്പോൾ അവരിന്ന് എൻ്റെ അമ്മമ്മ മീൻസ് ചന്തുവിൻ്റെ മുത്തശ്ശിമാർ. അപ്പം അവർ രണ്ടാളും ഇന്ന് വരും. ആൻഡ് ഇന്ന് വന്നതിന് ശേഷം അപ്പം ഉണ്ടാക്കൽ പരിപാടിയും ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. അപ്പം അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഈ വീഡിയോയിൽ ഇട്ട പ്രിപ്പറേഷൻസും പരിപാടികളും അതേപോലെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോകാനുള്ള സംഭവങ്ങൾ പാക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ അങ്ങോട്ടേക്ക് നമ്മൾ പോകുമ്പോൾ അല്ലേ, നമ്മൾ പോയിട്ടാകുമ്പോഴുള്ള നമ്മളെ വിഷ്വൽസ്, ലൈക്ക് എന്താണ് അവിടെ ഉള്ള ചടങ്ങുകൾ എന്താ, ഇവിടെയുള്ള ചടങ്ങുകൾ എന്താന്ന്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ. ചന്തുക്കുട്ടൻ്റെ മുത്തശ്ശിമാർ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പരിപാടീൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചന്തുക്കുട്ടൻ മുത്തശ്ശിമാർ. മുത്തശ്ശി നമ്പർ 1 വരുന്നുണ്ട്. മുത്തശ്ശി നമ്പർ 2, മുത്തശ്ശി നമ്പർ 2 കൊടുത്തു. മുത്തശ്ശി നമ്പർ 2. നമ്മളെ മുത്തശ്ശി നമ്പർ 2. ഹലോ. മതി കാല് കഴുകാൻ പോയിട്ട് വഴുതണ്ട. അല്ല ഇപ്പൊ കുളിപ്പിച്ചതേ ഉള്ളൂ. ഇത് അമ്മമ്മേന്റെ സിഗ്നേച്ചർ സാധനമാണല്ലോ. അമ്മമ്മ എല്ലാ പരിപാടിക്കും ഉണ്ടല്ലോ ഇത്. സ്റ്റൗവാ? പാത്ര ഇന്ന് ഇപ്രാവശ്യം ഷേപ്പ് പറയാണ്ട് ചിലപ്പോ മനസ്സിലാവില്ല. എന്തെല്ലാം വിശേഷം? ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം എങ്ങനെയുണ്ടായിരുന്നു? നോക്കി എല്ലാം നന്നായിട്ടുണ്ട്. പണം കൊടുത്ത പൗരന്ന് പറയില്ല, അതുമാതിരി പൗര തന്നെ. പണത്തിനനുസരിച്ചിട്ടുള്ള സ്റ്റൈലുണ്ട്. അങ്ങനെ അപ്പം ഫൈനലി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. സൂപ്പറായിരുന്നു, അടിപൊളി. ഞാൻ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മുറുക്കിൻ്റെ അല്ലേ മാമേ?
ഇതിപ്പോൾ പകുതിയെ കുഴക്കുന്നു. ഇനി പകുതി വെള്ളം ഈ ചെറിയ പാത്രം ആയതുകൊണ്ട് പകുതി വെള്ളം കൂടെ മിക്സ് ചെയ്യാനുണ്ട്. ഓക്കേ. ഇതെല്ലാം കഴിച്ചിട്ട് ഇങ്ങോട്ട് കുഴച്ച് നോക്കാം. ശാന്തി പിന്നെ എൻ്റെ അച്ഛൻ്റെ ഇതിൽ തന്നെ മുഴുവൻ ഇട്ട് വെക്കല ഇല്ലല്ലോ. ഇതില് അങ്ങനെ കൊടുത്തിട്ടോ. അല്ല, ഇതിപ്പം ഞാൻ ഇങ്ങനെ തന്നെ എടുത്തു. ഇത് ഒരു ഉരുളി എടുത്തിട്ട് വെള്ളം ഉണ്ടല്ലോ പക്ഷെ ആവശ്യത്തിന്. വെള്ളമുണ്ട്. അതാ കുഞ്ഞി വെള്ളം മീബ ശാന്ത്. മറ്റേ സ്റ്റൂളോട്ട് നമ്മളെ 2 സ്റ്റൂളിലൊന്നും ഇല്ല. വർക്ക് ചെയ്യണ്ട. നോക്കണം. വർക്ക് ചെയ്തിട്ടാണോ ഇത് ഞാൻ എടുത്തത്? ക്ഷീണിച്ചു. ഞാൻ വെള്ളം വെള്ളപ്പൊക്കാ പോയി ഹിന്ദി കേട്ടാൽ എല്ലാം വന്നു വെള്ളപ്പൊക്കാ പറയില്ലേ പോയി അങ്ങനെ നമ്മുടെ മുറുക്ക് പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. ദാ ഈ ഒരു ബക്കറ്റ് നിറച്ച് മുറുക്ക്. ഇത് ഏകദേശം എത്ര എണ്ണം ഉണ്ടോ? 500 പ്ലസ് എന്തായാലും ഉണ്ടാവും അല്ലേ? സൂപ്പർ. ഒരു സ്റ്റാർട്ട് ചെയ്തു. വെല്ലം പാവ് കാച്ചിയത്, പിന്നെ എള്ള് കഴുകിയില്ലെന്ന് തോന്നുന്നു, കഴുകിയിട്ടാണ് ഉപയോഗിക്കുക. പഴം പുഴുങ്ങിയിട്ട് ഉപയോഗിക്കും. അരിപ്പൊടി, അതിൻ്റെ കൂടെ മൈദ ചേർക്കും. അപ്പൊ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പഴക്കെ തണിഞ്ഞ് അത് കുറച്ച് തണിയണം പാവ്. തണിഞ്ഞിട്ട് എന്നിട്ടാണ് ഇതില് മിക്സ് ചെയ്യും. ഓക്കെ. കഴിഞ്ഞിട്ടാകുമ്പം മാത്രമേ ഉണ്ടാക്കുള്ളൂ. കുറെ നേരം ഇങ്ങനെ കലക്കി വെക്കണം. ഓക്കെ. ചൂട് കുറഞ്ഞില്ലേ? ഒരു പാത്രം പോരായിരുന്നു. കലങ്ങിയില്ല. കുറച്ചുകൂടെ കലക്കി ഒന്നുകൂടെ തരട്ടെ മോനെ? കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒന്നുകൂടെ തരട്ടെ മോനെ? ഒഴിച്ചോളൂ. സ്ലോലി പോയിട്ട് തീരെ ഒന്നുമില്ലാത്തവരല്ല. അമേരിക്കൻ അമ്മായി. അമേരിക്കൻ സാവിത്രിജി. ഇത് ബാംഗ്ലൂർ സാവിത്രിജി. അല്ല, അതിനേക്കാളും നല്ല തീരെ ഒന്നുമില്ലാത്തവരെന്ന് വിചാരിക്കുന്നതാണ് സാവിത്രി മേഡം. മഞ്ജു പിള്ളേരെ നേരത്തെ ഇംഗ്ലീഷ് പറയാൻ വരും. മഞ്ജു പിള്ളേരെ മഞ്ജു പത്രോസ്. മഞ്ജു പത്രോസ്. അത് കുറ്റമൊന്നുമല്ല. അതൊരു ക്യാരക്ടറിന്റെ അതൊരു ക്യാരക്ടറാണ് കുട്ടി. സീരിയലിലെ. ഓ ശരി. സീരിയലിനെ പറ്റി അമ്മക്ക് എന്തറിയാ? അത് കേൾക്കുന്നവര് സീരിയൽ കാണുന്നവര് ഡോണ്ട് വറി. പത്രോസിന്റെ ക്യാരക്ടർ അതേതോ ഒരു സീരിയൽ അവരായി. ഒന്നും നടക്കൂല. അവരെങ്ങനെയാ പറയല്? നത്തിങ് വാക്കിംഗ് ഒന്നും നടക്കൂല. മലയാളത്തിന് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും അല്ലേ?
Your thinking is not clear. My thinking is best. അങ്ങനെയല്ലാതെ എനിക്ക് അതാ ഏറ്റവും ഇഷ്ടം. ഈ നത്തിങ് നടക്കൂല. നത്തിങ് ബാക്കിയുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവം പിന്നെ പിടിയിട്ടില്ല. ഐ തിങ്കാണ്ട് അതാ ഐ തിങ്കാണ്ട് എങ്ങനെയാണ് പറയുക? തിങ്കാണ്ട് ഐ തിങ്കാണ്ട് നത്തിങ് ബാക്കി. വാട്ട് ഈസ് ഐ തിങ്ക് ഇറ്റ് ഈസ് വർക്കിംഗ്. ഞാൻ എന്ത് വിചാരിച്ചത് നടക്കും. വാട്ട് ഈസ് ഐ തിങ്ക് ഇറ്റ് ഈസ് വർക്കിംഗ്. ഞാൻ എന്ത് വിചാരിക്കുന്നു അതേ നടക്കും. ഇറ്റ് ഈസ് വർക്കിംഗ്. There is the point. ചിരിച്ചു മരിക്കും. ഞാനതെല്ലാം ഫാസ്റ്റ് ആക്കലാണ് ഇംഗ്ലീഷിൽ എടുത്ത് പഠിച്ചിട്ട് ഇനി പറയുന്ന കടന്ന് ഫുൾ ഇംഗ്ലീഷ് മറന്നുകൊണ്ട്. ഇത് ഹിന്ദി സീരിയലിന്റെ കോപ്പി അടിയമ്മേ. പണ്ട് ഞാനൊരു സീരിയലാണല്ലോ അമ്മേ. പക്ഷെ അല്ല ഉള്ളതാണത്. അതെയാ പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഹിന്ദി സീരിയലിന്റെ പേര്. കൽപ്പനയുടെ സീരിയലിന്റെ പേര് എനിക്കറിയാം. അതന്നെ ഇത് കഥ. എല്ലാം റെഡിയാക്കുന്നത് ഓണരുമ്പോ. മുംബൈയിലപ്പോ ചെറിയ പഴലിടല് ഇപ്പൊ മാറി. മറ്റേ അരിപ്പൊക്കെ ഇല്ലോണ്ട് ഒരു കടിയില്ല. കൈയിടാക്കണം. ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിട്ടുന്ന പാരസെറ്റമോള് കൊറേ കുടിപ്പിക്കണം. ഡോസേജ് കുറവാണ്, അതുകൊണ്ട് 2.5 ml കുടിപ്പിക്കണം. പ്രൈവറ്റിന് കിട്ടുന്നത് 1/2 ml കുടിപ്പിക്കണ്ടു. ഭയങ്കര പണി ഇത്. പക്ഷെ കുടിപ്പിക്കാൻ കുറച്ച് പണിയാന്ന്. കൊറേ 2 ഫില്ലർ എടുക്കുന്നുണ്ട്. ഓ ഏലക്കപ്പൊടി നല്ല മണം. അടുത്ത ഐറ്റം കാരയപ്പം. കാരയിൽ ചുടുന്നപ്പം കാരയപ്പം. ചുടുന്നപ്പം ചുടുന്ന ആൾ. കാരപ്പെണ്ണുകൾ. കാര്യമ്മ ഒരു അമ്മ കൽത്തപ്പത്തിലും അമ്മ ഫേമസ് ആണല്ലേ? അതെ കാര്യമായിട്ടാ പറഞ്ഞേ. ഞാൻ കാര്യമായിട്ടാ പറഞ്ഞേ, തമാശയിട്ടല്ല കാര്യമായിട്ടാ പറഞ്ഞേ. എത്രയോ ആക്കാനുണ്ട് എൻ്റെ അമ്മ. ഇത് എപ്പോൾ തീരും ഏകദേശം? കുറച്ച് വലിയ കട്ടായിരിക്കും.
മൈ ഗോഡ്സ്. അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്ന കെട്ടല്ലേ, കുറച്ച് വലിയ കെട്ടായിരിക്കും. ഇത് ഏകദേശം എത്ര സമയം എടുക്കും? ഒരു 4 മണിക്കൂർ എടുക്കുമായിരിക്കും. മറിഞ്ഞു വരുന്നു. ഇതാണ് ഇന്നലെ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലേ ആ മുട്ട കേക്ക്. അത് കഴിഞ്ഞ് നൂല് കെട്ടുന്ന സമയത്ത് വേറൊരു ഷേപ്പിലായിരുന്നു ഉണ്ടാക്കി. എപ്രാവശ്യം സ്ക്വയർ ഡയമണ്ട് ഷേപ്പിൽ ഉണ്ടാക്കി. അപ്പം അതാണ് ഈ സാധനം. ഇത് ആക്ച്വലി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിട്ട് ആക്കിയതല്ല, പിന്നെ വരുന്ന ഗസ്റ്റിന് വരുമ്പം കൊടുക്കാനും പിന്നെ കുറച്ച് എനിക്ക് ഇഷ്ടമാണ് ഈ സാധനം. എനിക്ക് ആക്കി തരുമോ എന്ന് ചോദിച്ചു. എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ചെറിയ പാക്കറ്റിൽ എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ വീട്ടിലേക്ക് കുറച്ച് അങ്ങനെ ആക്കിയതാണ്. അപ്പം ഞാൻ മെല്ലെ പാക്കിങ് തുടങ്ങാം കേട്ടോ. മേലെ പോയിട്ട് പെട്ടി എടുത്തിട്ടില്ല. നമ്മൾ റൂമിൽ ശരിക്കും മേലെയാണ്, പക്ഷെ ഡെലിവറി കഴിഞ്ഞ് മേലെ പറ്റില്ലല്ലോ ഒബ്വിയസ്ലി, ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് താഴത്തെ അച്ഛൻ്റെ അമ്മേൻ്റെ റൂമിലാണ് ഞാനും ചന്തും ഇപ്പോൾ നിൽക്കുന്നത്. ഇനി മെല്ലെ മെല്ലെ മേലേക്ക് മാറും. ഞാൻ നമ്മളൊരു ഞാൻ പൊതിഞ്ഞിട്ട് മേലെ കബോർഡിൻ്റെ അകത്ത് വെച്ചതായിരുന്നു. അന്ന് ഡെലിവറി എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇപ്പോഴേ വേണ്ടല്ലോ എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ വല്ലാണ്ട് പൊടി പിടിക്കും. ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചാൽ ചില കുട്ടപ്പനായിട്ട് ഇരുന്നോളും, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇതിനെടുത്തിട്ട് താഴെ പോവാം. താഴെ പോയിട്ടാണ് പാക്കിങ്. ഓക്കെ. ചന്തുമണി നല്ല ഉറക്കമാണ്. ഞാൻ ഓരോ സാധനങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ ബെഡിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ചെല്ലാം. പിന്നെ മോൻ്റെ ഡ്രസ്സ് ഞാൻ ഓൾറെഡി ഇന്നലെ കുറച്ച് മടക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തൊട്ടിൽ വെച്ചിട്ടുണ്ട്. അതാ അപ്പം അങ്ങനെ ചന്തുക്കുട്ട ബാക്കിലേക്ക് തൊട്ടിൽ സുഖമായി പോകുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് പരിപാടി. ഞാൻ ആക്ച്വലി പാക്കിങ് തുടങ്ങാൻ പോകുന്നതായിരുന്നില്ല. അപ്പം മോനെല്ലാം ഉറക്കമായിരുന്നു. പക്ഷെ ഞാൻ പെട്ടിയിൽ സാധനമെല്ലാം എടുത്ത് വെച്ച് തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ അവൻ എണീറ്റതുകൊണ്ട് പിന്നെ പാൽ ഫീഡെല്ലാം ചെയ്ത് പിന്നെ ഞാൻ അമ്മൂമ്മ നല്ല കളിക്കുന്ന മൂഡിലായിരുന്നു. അപ്പം ഞാൻ അമ്മൂമ്മേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ ഞാൻ എൻ്റെ പാക്കിങ് റെസ്യൂം ചെയ്തു. അങ്ങനെ ഈ പെട്ടിയിൽ അധികം മോൻ്റെ സാധനങ്ങൾ തന്നെയാണ് കൊള്ളുന്നു. അവൻ്റെ സാധനങ്ങൾ തന്നെ വേണം ഫുള്ള്. ലൈക്ക് അവൻ്റെ ഡ്രസ്സും ടവൽസും അവൻ്റെ ഡയപ്പറും ഇതെല്ലാം വെച്ചപ്പോൾ തന്നെ ഫുള്ളായി. അപ്പം ഈ പെട്ടിയിലിപ്പം മോൻ്റെ സാധനങ്ങൾ തന്നെ ആയി ഫുള്ള്. എൻ്റേത് ഞാൻ വേറെ ഒരു ബാഗിൽ ആണ് വെച്ചത്. എത്ര പാക്കറ്റ് ഉണ്ട് വെച്ചാൽ ടോട്ടൽ? എത്ര പാക്കറ്റ് ടോട്ടൽ?
25 ഈച്ചാ? ഞാനിവിടെ ചേച്ചിന്റെ മോളെ എടുത്ത് വന്നിട്ടുള്ള മോള് 4:10 വെച്ചിട്ട് പോകുന്ന അത് പൊടിയൊക്കെ കട്ടെ അത് റെക്കോർഡ് ചെയ്തിട്ടാൽ മതി 500 നെയ്യപ്പം 200 ഇതെന്താ ചേച്ചി 500 നെയ്യപ്പം 200 മുറുക്കും. ഇതാ പറയുന്നത് പണ്ട് എല്ലാം പറഞ്ഞു. പൂവും ചുട്ട് അടയും ചുട്ട് അച്ഛന്റെ വീട്ടിൽ പോണ്ടേന്ന് പാടുന്നില്ല. ഗുഡ് മോർണിംഗ്. എന്തെല്ലാണ് വിശേഷങ്ങൾ? വിശേഷമൊന്നും കാബേജ് ഉപ്പേരി ആക്കാൻ പോകുന്നു. കാബേജ് ഉപ്പേരി എന്നാ ചൊക്കൻ പായസായ പായസായി. അമ്മ എന്താക്കുന്ന? അമ്മ വെള്ളക്കാര വെള്ളക്കാര അത് എപ്പത്തേക്ക്? ബ്രേക്ക്ഫാസ്റ്റ് എന്നാ? ഓക്കെ. അപ്പം ഇങ്ങനെ രാവിലത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകും. കുറച്ചുകൂടി സാധനങ്ങൾ എടുത്തു വെക്കാനുണ്ട്. ഡ്രസ്സും അങ്ങനത്തെ ഓരോന്ന് മിസ്സായ കുറച്ച് കാര്യങ്ങൾ എടുത്തു വെക്കാനുണ്ട്. പിന്നെ ബാക്കിയെല്ലാം സെറ്റായി. കിച്ചണിൽ കുക്കിംഗ് പരിപാടീസ് നടക്കുന്നു. അവരിന്ന് ലഞ്ചിനുണ്ടാവുമല്ലോ. അപ്പം ഉച്ചക്കത്തെ മെനു ചിക്കൻ കറിയും ഗീ റൈസുമാണ്. അപ്പം അത് കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അതെല്ലാം ഭക്ഷണ പരിപാടീസെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വെള്ളം കുടിക്കുന്നു. വെള്ളം കുടിച്ചിട്ട് ഇനിയിപ്പോൾ കുറച്ച് എൻ്റെ ലാസ്റ്റ് ഫൈനൽ പാക്കിങ് ബാക്കിയുണ്ട്. ചന്തു നല്ല ഉറക്കം. സാധനങ്ങളെല്ലാം ഇങ്ങനെ വെച്ച് വെച്ചിട്ട് ഫിനിഷ് കഴിക്കുമ്പോൾ
അരി അതേക്കാണ് കൊച്ചില്ലേ പ്ലേറ്റിൽ വെക്കണ്ട. ഇല്ല എനിക്കിങ്ങനെ തിരിച്ച് വെക്കാം. ഓ പറ്റുന്നുണ്ടോ? ഓ സെറ്റ് മണ്ടൽ ഇവിടുത്തെ മലയാളി മങ്കി. മണിക്ക് പിന്നെ ഗ്യാസ് ഓടിക്കളിക്കും. ഈ എണ്ണ ആവുന്നവരെ ഉണ്ടാക്കാം അല്ലേ ശാന്തി? അതെ ഇനി ഒരു മിനിറ്റ് അതിൻ്റെ ഇടയിൽ നേരത്തെ വീഡിയോയിലും അതിൻ്റെ ഇടയിലാകുമ്പോൾ തുടച്ചു. നേരത്തെ വീഡിയോൻ്റെ ഇടയിലും അമ്മ എൻ്റെ ഇടയിൽ വന്നിട്ട് തുടച്ചു. ഞാൻ ആദ്യം വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ആദ്യം അമ്മ ഒന്ന് തുടക്കാൻ പോകുന്നു. താങ്ക് യു. ഫൈനലി എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു. ഞാൻ ഡ്രസ്സെല്ലാം മാറ്റി റെഡിയായി. കുറച്ച് ലാസ്റ്റ് ഫൈനൽ സാധനങ്ങൾ എടുത്തേക്കാനുണ്ട്. ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി അവർ വരണം, ഡ്രസ്സ് അവർ കൊണ്ടുവരും. അവർ കൊണ്ടുവരുന്ന ഡ്രസ്സ് മാറണം. പോകുമ്പോൾ ഇടേണ്ട ഡ്രസ്സ് അവർ കൊണ്ടുവരും നിൽക്കുമ്പോൾ. അപ്പോൾ അവർ കൊണ്ടുവന്ന ഡ്രസ്സ് മാറ്റണം, എന്നിട്ട് ഇങ്ങനെയുള്ള ഉണ്ടാക്കണം. അന്ന് ഞാൻ ഫൈനലി റെഡിയാവും. പിന്നെ അതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കും. പിന്നെ ഒരു ടൈം ഉണ്ട്, ലൈക്ക് 1:35 ശേഷമാണ് ഇറങ്ങേണ്ടത്. ഇട്ട് നല്ല ഉറക്കാണ്. നല്ല ഉറക്കാണ്. ഹലോ ഹലോ. കുഞ്ഞു ഉറങ്ങുന്നു. അമ്മയുടെ ഉണ്ട്. അവരവരാ എല്ലാം ടേസ്റ്റ് നോക്കിക്കോ. എല്ലാ സാധനവും ടേസ്റ്റ് നോക്കിക്കോ. എല്ലാം ഹാൻഡ് മെയ്ഡാണ്. എല്ലാം അതെ, എല്ലാം ഹാൻഡ് മെയ്ഡ്. അതിഷ്ടപ്പെടും കിച്ചന്. യെസ്, കറക്റ്റ്. ഓ ഉണ്ട് എല്ലാവരും ചോദിക്കട്ടെ. കുടിക്കുമ്പോളെ മോൻ്റെ കുടിക്കുമോ? അമ്മേ ചായയോ? കുടിക്കൂലപ്പാ. ചെറിയ അപ്പൊ അച്ഛനായില്ലേ? ഹലോ കിച്ചേട്ടനാണ് സ്പെഷ്യൽ ചിരി. അച്ഛൻ വീട്ടിൽ പോണ്ടേ? നമുക്ക് അച്ഛൻ വീട്ടിൽ പോണ്ടേ?
ഞാൻ പറഞ്ഞത് തന്നെ. നീ കുറച്ചുകൂടി വേണം. പപ്പടം എടുക്കും. എടുക്കട്ടെ എടുക്കട്ടെ. പാറുന്ന വണ്ടി പോവാ, ടാറ്റ പോവാ. നോക്കട്ടെ, ഒരു മിനിറ്റ് അവന്റെ മുഖം എടുക്കട്ടെ. ഇതെന്ന് ഡിഷും ഡിഷും ആക്കണിണ്ട. അച്ചാച്ചനോട് കൈയെല്ലാം മുട്ടിച്ച്. ഒരു വിക്ടറി കാണിക്കും. ഓണാക്കില്ല. ഓണാന്ന് ആണോ? കൂട്ടിച്ചു എന്താ കമ്മച്ചിന എന്താ തലേനജി ഇടുകയുണ്ടോ? കണ്ണ് കുത്തിയോളെ പരിപാടി ടീച്ചറെ അങ്ങോട്ട് കണ്ണും പാലും നോക്കണം. ഞാനാണ് ഈ കുഞ്ഞിനെ ചന്തുന്റെ തിരിഞ്ഞിരുന്നാലോ? അതെ കിച്ചു കൊണ്ടുവന്നോ? മാറ്റി കിട്ടുന്നുണ്ട്. പൈസ
ഹലോ. പിന്നെ വൈൻഡപ്പ് ഒന്നും എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. ബിക്കോസ് യാത്രയെല്ലാം ചെയ്ത് വന്നുകൊണ്ട് മോനും അത്യാവശ്യം കുറച്ച് ടയേർഡായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉറങ്ങി. ഞാനും അവൻ ഉറങ്ങുന്ന സമയത്ത് ഞാനും കുറച്ച് ഉറങ്ങുകയെല്ലാം ചെയ്തു. പിന്നെ അതങ്ങനെ പോയി. പിന്നെ വൈൻഡപ്പും ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇന്നലത്തെ പരിപാടി ഉഷാറായി. എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നല്ല ഇതായിട്ട് നടന്നു. പിന്നെ അതേപോലെ തന്നെ മോനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മളിങ്ങോട്ട് എത്തി. പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. യാത്ര ചെയ്തുകൊണ്ടൊന്നും ആദ്യമായിട്ടല്ലേ, കുറച്ച് ദൂരം യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടല്ലേ, അപ്പം പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അതിലിങ്ങനെ. അതുകൊണ്ട് ഭയങ്കര സമാധാനം. അപ്പം അങ്ങനെ ഈ വീഡിയോ എൻഡായി. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. താങ്ക് യു. ബൈ.